ബീഹാറിലെ വോട്ടേഴ്സ് അധികാര യാത്ര അവസാനിപ്പിക്കുമ്പോൾ തന്നെയാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത്. 1,80,000-ഓളം വോട്ടുകൾ കള്ളവോട്ടുകൾ ചേർത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യത്തെ കാര്യം ഷിബിയോട് പറയാനുള്ളത്, ഇതൊന്നുമല്ല വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്നത് ഹൈഡ്രജൻ ബോംബ് വരാനുണ്ട് എന്നുള്ളതാണ്. ഒരു ആറ്റം ബോംബ് വീഴതിൻ്റെ ക്ഷീണത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ BJPയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ ഒന്നും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, നടുകൊടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് കൂടി വരുന്നു എന്ന് പറയുന്നത്. അതെന്തായിരിക്കും നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെയുള്ള ഒരു ചെറിയ കാര്യമാണ് റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് ഷിബിലി. അതൊരിക്കലും വലിയ സാമ്പത്തികമൊന്നുമുള്ള ഒരു സാറ്റലൈറ്റ് ചാനലൊന്നുമല്ല. അവർ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ ജനാധിപത്യമൊക്കെ പുലരണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വിട്ടേക്കുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം അവർ 4 മണ്ഡലങ്ങളിലെ മാത്രം കണക്കുകൾ വിട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർ ഏറ്റവും സമഗ്രമായി ഇട്ടേക്കുന്നത് 39 മണ്ഡലങ്ങളിലെ കണക്കാണ്. ആ 39 മണ്ഡലങ്ങളിലായിട്ട് 3,76,000-ഓളം വരുന്ന കള്ളവോട്ടുകൾ ഉണ്ടാകാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിൽ തന്നെ 1,87,643 കേസുകൾ ഇരട്ട വോട്ടുകളാണ് എന്നുള്ളത് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 1,02,000-ഓളം വോട്ടുകൾ 2 വോട്ടർ ID കാർഡുള്ളവരാണ്. അതായത് 2 വോട്ടർ ID കാർഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ പേരുകൾ വ്യത്യസ്തമായിട്ടുള്ള പ്രായമാണ് കാണിച്ചേക്കുന്നത്. ഒരേ പേരുകൾ വ്യത്യസ്തമായിട്ടുള്ള പ്രായം. അതേസമയം 22,826 ആളുകൾ ഒരേ പേരും ഒരേ പ്രായവും ഒരേ അഡ്രസ്സും ഒക്കെ ഉള്ള ആളുകളാണ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇങ്ങനെ പറഞ്ഞതെന്നുണ്ടെന്ന് വെച്ചാൽ, സാധാരണ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ഒരേ പേരുകളുള്ളവരെയും ഒരേ അഡ്രസ്സ് ഉള്ളവരെയും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഈ 39 മണ്ഡലങ്ങൾ മാത്രം പരിശോധിച്ചപ്പോൾ ഇത്രയും പേരെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താണ്? അത് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇത്ര പെട്ടെന്ന് നടത്തണമെന്ന് തീരുമാനിച്ചതിന്റെ കാര്യം വോട്ടർ പട്ടികയിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ആളുകളെ മൊത്തം ഒഴിവാക്കാനാണ്. അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ള 22 ലക്ഷത്തോളം ആളുകളുണ്ടെന്ന് കേൾക്കുന്നു. അതിൽ ഉള്ള 7 പേരായിട്ടാണ് രാഹുൽ ഗാന്ധി ചായ കുടിച്ചതും നമ്മൾ ഓർക്കുന്നുണ്ടാവും. മരിച്ചു പോയവരായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചായ കുടിക്കുന്നത് എന്ന് അദ്ദേഹം നമുക്ക് പറയുന്നത്. ഒരു വാർഡിൽ ഏതാണ്ട് ഒരു 50ഓളം പേര് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ എന്ത് ചെയ്തിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ പ്രാമുഖ്യമുള്ള ജില്ലകളിൽ നിന്നാണ് ഇതുപോലെ കൂടുതൽ പേര് ഒഴിവായിട്ടുള്ളത്. അതിൽ തന്നെ എല്ലാവരും പറയുന്ന 65 ലക്ഷം എന്നാണ്. പക്ഷെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, വർദ്ധിക്കാൻ സാധ്യതയുള്ള പോപ്പുലേഷൻ കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് 1,1,5 കോടി 1,64 ലക്ഷത്തോളം ആളുകൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ നിന്ന് ഒഴിവാക്കിയപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിൽക്കുന്നത്. 89 ലക്ഷത്തോളം വരുന്ന പരാതികൾ നൽകിയിരുന്നു എന്നുള്ളതാണ് അവിടെ ഈ പറയുന്ന പോലെ തേജസ്വി യാദവിന്റെ പാർട്ടിക്കാർ പറയുന്നത്. പക്ഷെ അതൊന്നും തന്നെ പരിഗണിച്ചില്ല എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ഘട്ടമാണ് അവിടെ നിൽക്കുന്നത്. ഇനി എന്റെ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില കണക്കുകൾ കൂടി പറയാം. ഈ ചില കള്ളവോട്ടുകൾ ഇത്രയും ചേർത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് പറയാം. കഴിഞ്ഞ തവണ, അതായത് ബീഹാറിൽ ഉണ്ടായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായ വോട്ടർ പട്ടികയിലുള്ളത് 7,36,47,660 പേരാണ്. അതിൽ നിന്ന് പോള് ചെയ്തത് എന്ന് പറയുന്നത് 4,21,94,050 പേരാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4,22 ലക്ഷത്തോളം പേരാണ് ആകെ പോൾ ചെയ്തിട്ടുള്ളത്. ആ പോള് ചെയ്തിട്ടുള്ളതിൽ ഷിബിലി NDAക്ക് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 1,57,02,680 എന്നാൽ മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന കോൺഗ്രസും ഇതുപോലെ RJDയും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടിന് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 1,56,91,500 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് അറിയോ? 11,150 വോട്ടിന്റെ വ്യത്യാസം. 11,150 വോട്ടിന്റെ വ്യത്യാസമുള്ള ആര് തമ്മിൽ? ഒരു മുന്നണി അധികാരത്തിൽ വരുന്നതും ഒരു മുന്നണി പ്രതിപക്ഷത്ത് ആയിപ്പോയെന്ന് തമ്മിലുള്ള വ്യത്യാസം. അതിൽ തന്നെ ഈ പറയുന്ന NDAക്കുള്ളത് 125 സീറ്റുകളാണ്. അതുപോലെ മഹാഗഡ്ബന്ധനുള്ളത് 110 സീറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ 15 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത് RJD ആണ്. തേജസ്വി യാദവിനാണ് 75 സീറ്റുകൾ ഉണ്ടായത്. BJPക്ക് 74 സീറ്റുകളാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 20ഓളം മണ്ഡലങ്ങളിൽ വളരെ ചെറിയ ഭൂരിപക്ഷങ്ങൾക്കാണ് ഈ വിജയം തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു കള്ളവോട്ടാണെന്ന് പറഞ്ഞാൽ അത് കേരളത്തെ മൊത്തം ബാധിക്കുമെങ്കിൽ എത്ര പ്രശ്നമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ പോലും LDF UDF തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 12 ലക്ഷത്തോളം വോട്ടാണ് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഇവിടെയുള്ളത് എത്രയാണ്? 11,150 വോട്ടുകളാണ്. ഇനി മറ്റൊരു കണക്ക് കൂടി പറയാം.
ഇവിടെ തന്നെയുള്ള മറ്റ് ചില പാർട്ടികൾ, അതായത് ഓൾ ഇന്ത്യ മജ്ലിസ് എന്ന് പറയുന്ന പാർട്ടി, അതായത് ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദെ മുസ്ലിമീൻ എന്ന് പറയുന്ന നമ്മുടെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി, ആ പാർട്ടിക്ക് 20 സീറ്റിൽ അവർ മത്സരിച്ചു, 5 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ വോട്ടുകൾ എത്രയാണെന്നറിയോ? 5,23,209. ഇനി BSP എന്ന് പറയുന്ന പാർട്ടി, അവർ 75 സീറ്റിൽ മത്സരിച്ചു, ഒരൊറ്റ സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ. പക്ഷെ അവർക്ക് കിട്ടിയേക്കുന്നത് നമുക്കറിയാലോ, പഴയ കൺഷിറാമിന്റെ ഒക്കെ പാർട്ടി, മായാവതിയുടെ പാർട്ടി, അവർക്ക് കിട്ടിയേക്കുന്നത് 6,28,961. LJP എന്ന് പറയുന്ന ഒരു പാർട്ടി 135 സീറ്റിൽ മത്സരിച്ചിരുന്നു, അതിൽ ഒരു സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ. അവർക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 23,83,739. എന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടികൾ പിടിക്കുന്ന വോട്ടുകളിൽ നിന്ന് വളരെ ഒരു 10,000 20,000 വോട്ട് പ്രത്യേകം കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്തു പോയരെ? മഹാഗഠബന്ധൻ ജയിച്ചു പോയെന്ന് ചുരുക്കം. അപ്പൊ ഇത്തരത്തിൽ രണ്ട് തരത്തിൽ, ഒന്ന് അവിടെ വോട്ടുകളുടെ കാര്യത്തിൽ വളരെ കുറവേ ഉള്ളൂ, ആ വോട്ടുകൾ തന്നെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടുകൂടിയാണ് ബീഹാറിൽ ഇപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന NDA സഖ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ അടുത്തൊരു ഡിഫറൻസ്, അതേസമയം ലോക്സഭയിലേക്ക് വരുമ്പോൾ ബീഹാറിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 32 ലക്ഷമാണ്. അപ്പൊ നിയമസഭകളിലേക്ക് ഇത്തരം ടൈറ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വോട്ട് ചോരിയും വോട്ടിൽ കളവ് കാണിക്കലും വോട്ടിൽ നിന്ന് ആളുകൾ ഒഴിവാക്കലും ഒക്കെ ഇന്ത്യ മഹാരാജ്യത്ത് വലിയ പ്രശ്നമാകുന്നത്. ഇനി മറ്റൊരു സ്റ്റേറ്റ് കൂടി ഞാൻ എടുത്ത് പറയാം. ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഹരിയാനയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ ഇതിൽ കൊടുത്തേക്കാം, ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. കാരണം അതിൽ ഹരിയാന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടായത് കോൺഗ്രസിന് വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെ ആളുകൾ ഇവരേതോ കോൺഗ്രസ്സുകാരാണ് അനുകൂലിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഫാക്ച്വലാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസും അതുപോലെ തന്നെ BJP തമ്മിൽ അവിടെയുള്ളത് ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിലുള്ള വ്യത്യാസമായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെയുള്ള വ്യത്യാസം എത്രയെന്നറിയോ? അതായത് നിയമസഭയിലേക്കുള്ള വോട്ടിംഗിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പറയുന്ന നിയമസഭയിലേക്ക് BJP ഒറ്റക്കാണ് മത്സരിച്ചത്. അതുപോലെ തന്നെ INCയും CPMനൊക്കെ വളരെ കുറച്ച് വോട്ടുകൾ, 34,000 വോട്ടുള്ളൂ. ആ സഖ്യമായിട്ടാണ് മത്സരിച്ചത്. ഈ സഖ്യമായിട്ട് മത്സരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഷിംലി 83,825 വോട്ടാണ്. 83,825 വോട്ട് ചെയ്ത് ഒരു സ്റ്റേറ്റിൽ, അതായത് ഹരിയാന പോലെയുള്ള ഈ പറയുന്ന പോലെ ആകെ വലിയ തോതിൽ നിയമസഭയിലേക്ക് വെറും 2,04,63,841 ആളുകൾ മാത്രം ഇലക്ടേഴ്സ് ഉള്ള, അതിൽ 1,39,00,000 ആളുകൾ മാത്രം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന വോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 83,825 വ്യത്യാസമുള്ളൂ. ആ സമയത്താണ് നമ്മളെ മഹാദേവപുരയിൽ മറ്റേ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് എത്രയെന്ന്, 1,20,000 വോട്ടുകൾ എന്ത് ചെയ്തു, കള്ളവോട്ട്, 1,250,000 വോട്ടുകൾ കള്ളവോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചേർക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ കുഴപ്പമിതാണ്. ഏതാണ്ട് ഇനി മഹാരാഷ്ട്രയിലാണെങ്കിൽ വലിയ തോതിൽ വോട്ടുകൾ ചേർക്കപ്പെട്ടിരുന്നു. ഏറ്റവും ലാസ്റ്റ് 5 മണി കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ പോളിംഗ് വന്നിരുന്നു എന്ന് നമുക്കറിയാം. ആ പോളിംഗ് വന്നിട്ടുള്ള മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ളത് 9,71,00,000 ആളുകളാണ് അവിടെ ഇലക്ടേഴ്സ് ഉള്ളത്, അതായത് വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ടവരുള്ളത്. 6,46,00,000 പേരാണ് വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്തതിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത് എന്ന് പറയുന്നത്, NDA മുന്നണിക്ക് കിട്ടിയത് 3,21,00,000 വോട്ടാണ്. ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത് 2,27,00,000 വോട്ടാണ്. ആ സമയത്ത്, അതായത് മഹാരാഷ്ട്രയിൽ മാത്രമുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 93,99,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 94,00,000 വരുന്ന ഡിഫറൻസ് ഉണ്ട് മഹാരാഷ്ട്രയിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് 4/3 ഭൂരിപക്ഷത്തോടുകൂടി BJP ജയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ്ട് മത്സരിച്ച ആളുകളിൽ മഹാഭൂരിപക്ഷവും BJP ജയിച്ചു. ഏതാണ്ട് 88% സ്ട്രൈക്ക് റേറ്റ് ആണ് അവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത് തന്നെ നമുക്ക് ലോക്സഭയിലേക്ക് ഒന്ന് എടുത്തു വെച്ച് നോക്കാം. ലോക്സഭയിലേക്കുള്ള ഡിഫറൻസ് എത്രയാണെന്നറിയോ? മഹാരാഷ്ട്രയിൽ ലോക്സഭയിൽ നമുക്കറിയാലോ, ആ 48 സീറ്റുകളിൽ 31 എണ്ണത്തിലും ഈ പറഞ്ഞ പോലെ പിന്നെ കോൺഗ്രസിന്റെ മഹായുതി സഖ്യമാണ് മുന്നിലേക്ക് വന്നത്. ആ മഹായുതി സഖ്യത്തിൽ അവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വെറും 2,19,362 ഉള്ളൂ. അതായത് 4-5 മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 2,19,000 ഉള്ളത് ഒറ്റടിക്ക് 4-5 മാസം കഴിയുമ്പോൾ 94 ലക്ഷമായി വർദ്ധിക്കാനുള്ളത്. ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ കേൾക്കാൻ. ഇനി ഹൈഡ്രജൻ ബോംബ് വരുമെന്ന് പറയുന്നു. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മഹാദേവപുരയിലെ ഇതുകൊണ്ട് അവസാനിക്കില്ല, ഇനിയും ഇതുപോലുള്ള നിരവധി തെളിവുകൾ എടുത്തു വെച്ചിട്ടുണ്ടാവും, ആ തെളിവുകൾ പുറത്തേക്ക് വിടാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു മണ്ഡലങ്ങളിൽ, ഒരുപക്ഷെ വാരണാസി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലെ കണക്കുകളാകാം, ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നു. ഈ കണക്കുകൾക്കൊന്നും യഥാർത്ഥത്തിൽ മറുപടി പറയാൻ BJPക്ക് കഴിയുന്നില്ല.
ഇലക്ഷൻ കമ്മീഷൻ കഴിയുന്നില്ല, പകരം അഫിഡവിറ്റ് എവിടെ, ഈ പറയുന്ന പോലെ മറ്റു ചില കാര്യങ്ങൾ എവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ ബീഹാർ ജനതയ്ക്ക് പോലും ഉണ്ടായിരിക്കുന്നു. ബീഹാർ എന്ന് പറയുന്നത് ഒരു നിസ്സാരമായൊരു സ്റ്റേറ്റ് അല്ല. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പലപ്പോഴും വഴിതിരിച്ചു വിട്ടൊരു സ്റ്റേറ്റ് ആണ്. അടിയന്തരാവസ്ഥ കാലത്ത് അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ലാലു പ്രസാദ് യാദവിന് 26 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് വലിയ തോതിലുള്ള ഇന്ദിരാഗാന്ധിക്കെതിരെ സമരം നടത്തിയത് എന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് ഭരണകൂടത്തോടും BJP-യോടും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇലക്ഷൻ കമ്മീഷനും. ഈ വോട്ടർ അധികാര യാത്രയുടെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഷിബിലി, ഇതിന്റെ കണക്കുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും റീച്ച് കൂടി, ഫേസ്ബുക്കിൽ ഇത്രയും റീച്ച് കൂടി, ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് കൂടി, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനതിന് നോക്കിക്കാണുന്നത് മറ്റൊരർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രാൻസിഷനാണ് ഞാൻ ഇത് നോക്കിക്കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി ശരിയായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണം ഇപ്പൊ ബീഹാറിൽ പോലും അദ്ദേഹം ഈ വോട്ടധികാര യാത്ര, വോട്ടവകാശ യാത്ര നടത്തിക്കൊണ്ട് ഏതാണ്ട് 100-115 വരുന്ന മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്ത് ബീഹാറിനെ ഇളക്കി മറിച്ചു എന്നുള്ളത് മാത്രമല്ല, അതവിടെ നിർത്താൻ പോകുന്നില്ല, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൂടി പടരാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കൺസിസ്റ്റന്റ് ആയി അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം നമ്മൾ ഈ പറയുന്ന ജോഡോ യാത്രയൊക്കെ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ജോഡോ യാത്ര അദ്ദേഹം 4000 കിലോമീറ്ററിലേക്ക് നടന്നു തീർത്തു. ഇപ്പൊ അതിനുശേഷം നമുക്കറിയാം വോട്ടർ അധികാര യാത്ര നടന്നു തീർത്തു. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഷിബിൽ അറിയുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കഴിയുന്നില്ല, BJP-ക്ക് കഴിയുന്നില്ല, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല. ഇത്തരത്തിൽ രാഷ്ട്രീയമായി അദ്ദേഹം ഉയർത്തുന്ന വലിയ ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ഷിബിലി പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റിയിലും വലിയ വ്യത്യാസം ഉണ്ടായിട്ടിരിക്കുന്നു. കാരണം നേരത്തെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മികച്ച ഒറേറ്റർ ഇപ്പുറത്തേക്കുന്നു, വലിയ കമ്മ്യൂണിക്കേറ്റർ ഇപ്പുറത്തേക്കുന്നു. അതേസമയം ആ ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ നിരവധി വർഷങ്ങൾ കൊണ്ട് ട്രെയിൻഡ് ആയിരിക്കുന്നു, മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള മാറ്റം നമുക്ക് പലതിലുമൊക്കെ കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് കെ മുരളീധരനോട്. അദ്ദേഹം ഒരു കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഏത് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ ഏറ്റവും ഗംഭീരമായി അഭിപ്രായ പ്രകടനം നടത്തുന്ന അദ്ദേഹമാണ്. എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈ പറഞ്ഞ പോലെ ആറ്റിക്കുറുക്കി വളരെ ക്രിസ്പ് ആൻഡ് പ്രസൈസ് ആയിട്ടുള്ള ആക്രമണം നടത്തുന്നത് കെ മുരളീധരനാണെന്ന് നമുക്ക് കാണാം ഏത് വിഷയത്തിലും. അപ്പൊ അതേപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓരോ വാക്കുകളും ആറ്റിക്കുറുക്കി കൃത്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ അതേപോലെ അതിഗംഭീരമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാതെ മറ്റു പല ചെറിയ ഈ പറഞ്ഞ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ BJP പറയുന്നത് എന്താ, പവൻ ഖേര എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവിന് 2 ID കാർഡ് ഉണ്ടെന്നാണ്. അപ്പൊ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് പണി എടുക്കുന്നില്ല എന്നാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ക്ലാരിറ്റി ഉള്ള ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം വരുന്ന പൊളിറ്റിക്സിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഈ പറയുന്ന ഇപ്പൊ ബീഹാറിൽ തന്നെ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളാണ് നിലനിന്നതെങ്കിൽ അങ്ങനെ ജാതിയുമായിട്ടുള്ള വിവേചനങ്ങൾ നിലനിന്നിട്ട് കാര്യമില്ല. ബാക്ക്വേർഡ് ക്ലാസ്സുകളെയും യാദവ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും എല്ലാം ഒരുമിച്ച് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യ രാജ്യത്തിന്റെ പൗരന്മാരിൽ നിന്ന് പോലും നിങ്ങൾ പുറത്താക്കപ്പെടുകയാണ്, നിങ്ങൾക്കൊരു ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാതായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും നാളും പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു സാമൂഹിക നീതി പ്രകാരം ഇപ്പൊ സംവരണത്തിലൊന്നും വലിയ പ്രാമുഖ്യം കിട്ടാത്ത ആളുകളുടെ കാര്യങ്ങൾ കൂടി അദ്ദേഹം ഉയർത്തി കാണിക്കുന്നു. ഇപ്പൊ നമുക്കറിയാലോ, നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഹൽവ നിർമ്മിക്കുന്നതിൽ എത്ര പേര് ദളിതരുണ്ട്, എത്ര പേര് ഈ പറഞ്ഞ പോലെ പിന്നോക്ക ജാതിക്കാരുണ്ട് എന്നൊക്കെ ചോദിച്ചത് BJP-യുടെ അടിത്തറ ഉലക്കാൻ പോകുന്ന ഒരു വലിയ പൊളിറ്റിക്സ് രാഷ്ട്രീയം അതിനകത്തുണ്ട്. കാരണം BJP എക്കാലത്തും ഭയന്നുണ്ട്. BJP ആദ്യം ജാതി സെൻസസിനെതിരായിരുന്നു, പിന്നെ അതിനെ അനുകൂലിക്കേണ്ടി വന്നു. കാരണം ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഇറക്കി ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതത്തിനകത്ത് പെടുന്ന എല്ലാ ആളുകളെയും ഒരുമിച്ച് നിർത്താൻ തയ്യാറായപ്പോൾ അങ്ങനെ ഒരുമിച്ച് നിർത്താൻ കഴിയില്ലെന്നും ഈ ജാതത്തിലുള്ള സവർണ ആളുകളാണ് ഇവരോട് അനീതി കാണിച്ചിട്ടുള്ളതെന്നും
വളരെ കൃത്യമായി ഒരു കാസ്റ്റ് പൊളിറ്റിക്സിലൂടെ പറയുകയും അത്തരത്തിൽ ഒരു കാസ്റ്റ് സെൻസസ് എടുക്കണമെന്ന് പറയുകയും ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ജോലികളും അതുപോലെ അവസരങ്ങളും ആളുകൾക്ക് കിട്ടണമെന്നും ഒക്കെ പറയുന്ന വലിയ പൊളിറ്റിക്സ് അതിന്റെ പിന്നിലുണ്ട്. ആ പൊളിറ്റിക്സിനെ തടുക്കാൻ BJPക്ക് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് നമ്മൾ 2024 UP-യിൽ കണ്ടത്. ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം കൺസിസ്റ്റന്റായി തുടർച്ചയായി എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നേരത്തെ അദ്ദേഹത്തെ പപ്പു എന്നൊക്കെ വിളിക്കുമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ചില സംഘപരിവാർ യൂട്യൂബ് ചാനലുകളൊക്കെ വിളിക്കുന്നുണ്ടെന്നല്ലാതെ വേറെ സീരിയസ് ആയിട്ടുള്ള ഒരു നേതാവും കേന്ദ്രത്തിൽ നിന്ന് പോലും BJP-യിൽ നിന്ന് പോലും അദ്ദേഹത്തിനെതിരെ അങ്ങനെ വിളിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, നാഷണൽ ഹെറാൾഡ് കേസടക്കം നിരവധി കേസുകളിൽ അന്വേഷണ ഏജൻസികൾ പോലും ഇപ്പൊ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കുന്നില്ല. ഒരിടക്ക് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി കേസുകൾ പല കോടതികളിലും വരുന്നു. കോടതികൾ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൾസ് എന്താണെന്ന് ഈ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾക്കും ഏതാണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കും ഒക്കെ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് പഴയ രാഹുൽ ഗാന്ധിയല്ല, ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ റോളുമുള്ള ഒരു രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാനില്ല എന്ന് മാത്രമല്ല, വളരെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ടാണ് BJPയും മറ്റ് രാഷ്ട്രീയക്കാരും ഒക്കെ ഇടപെടുന്നത് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ.